ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന നമ്മുടെ പാഠപുസ്തകത്തിലെ 4ാമത്തെ യൂണിറ്റ് ആയ അറ്റാക്ക് വെക്ടർ ആൻഡ് കൗണ്ടർ മെഷേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിന്റെ ഒരു ബ്രീഫ് അനലൈസിംഗ് ആണ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇൻഫർമേഷൻ സെക്യൂരിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പഠിക്കുന്നത് എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ഇൻഫർമേഷൻ അത് സെക്യൂർ ചെയ്യാം. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ഡിജിറ്റൽ ഫീൽഡിലേക്ക് വരുന്ന സമയത്ത് അഥവാ ഡിജിറ്റൽ ലോകത്ത് നമ്മുടെ കയ്യിലുള്ള അസറ്റ്, ഇപ്പൊ നമ്മൾ നോർമൽ ലൈഫിൽ നമ്മളിങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള അസറ്റ് ആണ് നമ്മുടെ വീട് പറമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡിജിറ്റൽ ലോകത്തേക്ക് വരുന്ന കയ്യിൽ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ അസറ്റ്, സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ തന്നെ ഇൻഫർമേഷൻ ആണ്. അപ്പൊ ഈ ഇൻഫർമേഷൻ എങ്ങനെ ഹാക്കർമാരുടെ കയ്യിൽ പെടാണ്ട് നമുക്ക് വളരെ കൃത്യമായി സൂക്ഷിക്കാൻ എന്നുള്ളതാണ് ഈ ഒരു പാഠപുസ്തകത്തിൽ നമ്മൾ ഓവറോൾ ചർച്ച ചെയ്യുന്നത്. ആ ഒരു ടോപ്പിക്കാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഈ അറ്റാക്ക് വെക്ടറും അതുപോലെ തന്നെ കൗണ്ടർ മെഷേഴ്സും. അപ്പൊ അതിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാര്യമായിട്ട് അനലൈസ് ചെയ്യാനുള്ളത്. സിമ്പിൾ ചാപ്റ്റർ ആണ്, വളരെ കടുകട്ടിയുള്ള പേരുകൾ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. കോൺസെപ്റ്റുകൾ എളുപ്പം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്, ശ്രദ്ധിച്ചെടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് നമുക്ക് എന്താണ് അറ്റാക്ക് വെക്ടർ എന്ന് പരിചയപ്പെടാം. അതിന് മുമ്പായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് കളവുകൾ നടക്കാറുണ്ടല്ലേ. അപ്പൊ ആ കളവുകൾ നടക്കുന്ന നേരത്ത് ഓരോ കള്ളനും ഓരോ രീതിയായിരിക്കും ഉപയോഗിക്കാം. ചില കള്ളന്മാർ വാതിൽ പൊളിച്ചിട്ടായിരിക്കും കയറുക, ചില കള്ളന്മാര് മേൽക്കൂര പൊളിച്ചിട്ടായിരിക്കും കയറുക. അപ്പൊ ഓരോ കള്ളന്മാർക്കും അവരുടെ കളവിന് ഓരോ രീതികൾ ഉണ്ടാവും. ഇതേപോലെ തന്നെ നമ്മൾ ഹാക്കർമാരുടെ ഇടയിലേക്ക് വന്നാൽ, ഹാക്കർമാരാണല്ലോ നമ്മൾ ഈ ഡിജിറ്റൽ വേൾഡിൽ ഇൻഫർമേഷൻസ് ഹാക്ക് ചെയ്ത് കട്ടുകൊണ്ടുപോകുന്നത്. അപ്പൊ ഇവരുടെ ഈ ഒരു ലോകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരും കക്കുന്നതിന് ഇവരുടേതായ ടെക്നിക്ക്, അതുപോലെ തന്നെ ഇവരുടേതായ രീതികളുണ്ട്. ഇത്തരം രീതികളെയാണ് നമ്മൾ അറ്റാക്ക് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഓരോരുത്തരും എല്ലാ ഹാക്കർമാരും ഒരേ രീതിയിലല്ല കക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചില ആൾക്കാർ നമ്മളെ സാധാ കള്ളന്മാരുടെ കേസിൽ നമ്മൾ പറഞ്ഞ പോലെ ചില ആൾക്കാർ ജനൽ പൊളിച്ചിട്ടേക്കും വരിക, ചില ആൾക്കാർ വാതിൽ പൊളിച്ചിട്ടേക്കും വരിക, ചില ആൾക്കാർ ചിലപ്പോൾ മണ്ണിനടിയിൽ കൂടെ തുറന്നു കയറി വരും. പല രീതിയിൽ വരാലോ. അപ്പൊ അതേപോലെ തന്നെ നമ്മളെ ഹാക്കർമാരും അവരുടെ ഡാറ്റ കക്കുന്നത് പല രീതികളിലാണ്. അപ്പൊ അവരുടെ ആ ഒരു രീതി, ആ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ അറ്റാക്ക് വെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ അറ്റാക്ക് വെക്ടർ എന്ന് പറഞ്ഞാൽ പാത്ത് മെത്തേഡ് ഒരു ടെക്നിക് ആൻഡ് അറ്റാക്കർ യൂസസ് ടു ഗെറ്റ് ഇൻഫോ സിസ്റ്റം ടു ട്രിക്ക് എ യൂസർ. അപ്പൊ ഒരു യൂസറിന്റെ കയ്യിൽ നിന്നും ഒരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ഒരു ഹാക്കർ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക് അല്ലെങ്കിൽ മെത്തേഡ്, ആ ഒരു പാത്ത്, ഒരു വേ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അറ്റാക്ക് വെക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. രണ്ടാമത് നമുക്ക് ഈ ഒരു പാഠപുസ്തകത്തിലെ ചർച്ച എന്ന് പറയുന്നത് വാട്ട് ഈസ് കൗണ്ടർ മെഷർ. കൗണ്ടർ മെഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ COVID-19 വന്നു അല്ലെ. COVID-19 എന്ന വൈറസ് വന്ന സമയത്ത് അതിന്റെ കൗണ്ടർ മെഷർ എന്താണ്? ആ COVID-19 എന്ന വൈറസിനെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, അതിൽ നിന്നും രക്ഷ നേടാം. അപ്പൊ അതിന് വേണ്ടി എന്ത് ചെയ്യണം? വാക്സിൻ എടുക്കണം, അതുപോലെ തന്നെ പരസ്പരം കോണ്ടാക്റ്റുകൾ കുറക്കണം. അങ്ങനെ ഒരുപാട് കൗണ്ടർ മെഷേഴ്സ് അഥവാ പുനർ നടപടികൾ എന്തായിരിക്കണം. അപ്പൊ ഒരു വെല്ലുവിളി വന്നു കഴിഞ്ഞാൽ അതിന്റെ തൊട്ടുടനെ വരുന്ന സാധനമാണ് കൗണ്ടർ മെഷർ. അപ്പൊ ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കീപ്പ് ചെയ്യണം. ഇതാണ് സിമ്പിൾ ആയി പറഞ്ഞാൽ കൗണ്ടർ മെഷർ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ ഇൻഫർമേഷൻ സെക്യൂരിറ്റിന്റെ കേസിൽ ഇവിടെ ഒരു ഹാക്കിംഗ് നടന്നു കഴിഞ്ഞാൽ അഥവാ ഒരു തെഫ്റ്റ് നടന്നു കഴിഞ്ഞാൽ ആ തെഫ്റ്റിൽ നിന്നും തെഫ്റ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ സോറി അഥവാ ആ തെഫ്റ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അതിൽ നിന്നും എങ്ങനെ രക്ഷ നേടാം. ഉദാഹരണത്തിന് ഹാക്കർ നമ്മുടെ കയ്യിൽ നിന്നും ഡാറ്റ മോഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാം, ഇതിനു വേണ്ടിയുള്ള സുരക്ഷാ നടപടികൾ എങ്ങനെ ഉണ്ടാക്കി വെക്കാം എന്നതാണ് നമ്മൾ ഈ കൗണ്ടർ മെഷർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ പറഞ്ഞത് കൗണ്ടർ മെഷർ എനി ടൂൾ ഓർ ടെക്നോളജി പോളിസി ഓർ ബിഹേവിയർ ദാറ്റ് ബ്ലോക്സ് അറ്റാക്ക്. അപ്പൊ എന്ത് ചെയ്യും, നമ്മളെ ആ ഒരു ടെക്നിക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത് എന്ത് ചെയ്യും, അറ്റാക്കിനെ ബ്ലോക്ക് ചെയ്യും. അതുപോലെ തന്നെ ഡിറ്റക്ട്സ് ദം ഏർലി. അപ്പൊ ഒരു ഹാക്കർ ഇങ്ങനെ അറ്റാക്ക് ചെയ്യാൻ നോക്കണം, അതേ സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചും കൂടി നേരത്തെ പ്രിപ്പയർ ആയിട്ടിരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇനി അറ്റാക്ക് നടന്നാൽ തന്നെ അതിന്റെ ഇമ്പാക്ട് കുറക്കാനും നമുക്ക് സാധിക്കും. റെഡ്യൂസസ് ദെയർ ഇമ്പാക്ട്, അതിന്റെ ഇമ്പാക്ട് കുറക്കാനും സാധിക്കും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന പരിപാടിക്കാണ് നമ്മൾ കൗണ്ടർ മെഷർ എന്ന് പറയാം. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് അറ്റാക്ക് വെക്ടറുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഫിഷിംഗ്, റാൻസം വെയർ, SQL ഇൻജെക്ഷൻ, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്, അതുപോലെ തന്നെ ഡോസും ഡിഡോസും അറ്റാക്കുകൾ, സീറോ ഡോ എക്സ്പ്ലോയിറ്റുകൾ, പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ്. നമ്മുടെ 7 ടൈപ്പ് ഓഫ് അറ്റാക്ക് വെക്ടറുകൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അറ്റാക്ക് വെക്ടർ എന്താണെന്ന് പരിചയപ്പെടുന്നതിനൊപ്പം തന്നെ ഈ അറ്റാക്ക് വെക്ടറുകളിൽ നിന്നും നമുക്ക് എങ്ങനെ രക്ഷ നേടാന്നുള്ള ഒരു കൗണ്ടർ മെഷർ കൂടി നമ്മൾ അതിന്റെ കൂട്ടത്തിൽ പഠിക്കുന്നുണ്ടാകും. അപ്പൊ ഈ രീതിയിലാണ് നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കേണ്ടത്. അപ്പൊ ഈ രീതിയിൽ മെത്തേഡിൽ പഠിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എക്സാം ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് തുടങ്ങാം. അപ്പൊ ഒന്നാമതായിട്ടുള്ള അറ്റാക്ക് വെക്ടർ അതെന്താണ്? ഫിഷിംഗ് ആണ്.
ഓക്കെ, അറ്റാക്ക് വെക്ടർ എന്ന് ആദ്യം ഓർമ്മിച്ച് വെക്കാം. ഓരോ ഹാക്കർമാരും ഹാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതി, മെത്തേഡ്, ടെക്നിക്, അതിനെ നമ്മൾ അറ്റാക്ക് വെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിൽ ഒന്നാമത് നമുക്ക് പരിചയപ്പെടാനുള്ള ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എടുത്തു തരാം. അഥവാ നമ്മളൊക്കെ മെയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യണം, ഹാക്കറിന് ഒരു ഡാറ്റ കക്കണം എന്നുണ്ടെങ്കിൽ, സ്റ്റീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാക്കർ എന്ത് ചെയ്യും, നമുക്കൊരു മെയിൽ അയക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മെയിലിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ യുവർ ബാങ്ക് അക്കൗണ്ട് ഈസ് ബ്ലോക്ക്ഡ്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഒരു അർജൻസി ടൈപ്പിലേക്ക് മെയിൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഹാക്കർ അയച്ച ആ മെയിലിലെ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ നമ്മൾ ഹാക്കർ അയക്കും ചിലപ്പോൾ എന്ത് ചെയ്യും, ഫെഡറൽ ബാങ്കിൽ നിന്ന് നമുക്ക്, അഥവാ യുവർ അക്കൗണ്ട് ഈസ് ബ്ലോക്ക്ഡ് എന്ന് ഫെഡറൽ ബാങ്ക് അയക്കണ പോലെയൊക്കെ നമുക്ക് അയക്കുക. പക്ഷെ നമ്മൾ വിചാരിക്കും എന്ത്, ഇത് ഫെഡറൽ ബാങ്കിൽ നിന്ന് വരുന്ന മെസ്സേജ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഹാക്കർ അയച്ച ആ മെസ്സേജിൽ എന്ത് ചെയ്യും, ക്ലിക്ക് ചെയ്യും. അപ്പൊ നമ്മൾ എവിടേക്ക് എത്തുക, ഹാക്കറിന്റെ പോർട്ടലിലേക്ക് എത്തുക. ഓക്കെ, അപ്പോ ശരിക്കും ഹാക്കർ ആ റൂം ഉണ്ടാക്കിയിട്ടുള്ള എന്തിനാണ്, ഹാക്കറിന് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ആ ലിങ്ക് നമുക്ക് വിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഫെഡറൽ ബാങ്കിൽ നിന്ന് വന്ന മെസ്സേജ് ആണെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, നമ്മൾ അതിൽ കയറും. പക്ഷെ അത് ശരിക്കും ഫെഡറൽ ബാങ്കിൽ നിന്ന് ആവില്ല, അത് ഹാക്കർ ആയിക്കോ അയച്ചിട്ടുണ്ടാവുക. അപ്പൊ അങ്ങനെ എന്തായിരിക്കും, ഒരു ട്രസ്റ്റഡ് സോഴ്സിൽ നിന്നാണ്, അതാണ് ഇവിടെ പറഞ്ഞത്, ട്രിക്കിംഗ് യൂസേഴ്സ് ഇൻ ടു റിവീലിംഗ് പാസ്വേഡ് അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് ഓർ പേഴ്സണൽ ഇൻഫോ ബൈ പ്രിറ്റൻഡിങ് ടു ബി എ ട്രസ്റ്റഡ് സോഴ്സ്. അഥവാ നമ്മൾ ബാങ്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഗവൺമെന്റ് സൈഡിൽ നിന്ന് വരുന്ന മെസ്സേജ് പോലെ നമുക്ക് മെയിൽ അയക്കും. അപ്പൊ ഞങ്ങൾ എന്താണ്, ഞങ്ങളെ യുഡായി അഥവാ ആധാറിൽ നിന്നാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, മെസ്സേജ് അയക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങളുടെ ആധാർ ID, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഇപ്പൊ വന്ന OTP, അതൊക്കെ എനിക്ക് ഷെയർ ചെയ്ത് തരാൻ പറയും. അപ്പൊ നമ്മൾ പൊട്ടന്മാരായിട്ട് എന്ത് ചെയ്യും, ഇത് ഷെയർ ചെയ്ത് കൊടുക്കും. ശരിക്ക് അപ്പോ ഇത് ട്രസ്റ്റഡ് ഇതല്ല വരുന്നത്, കാരണം ഇത് ഹാക്കർ എന്ത് ചെയ്യാണ്, നമ്മളെ പറ്റിക്കാണ്. അപ്പൊ OTP വന്നൊക്കെ ആയിട്ട് പറ്റിക്കാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ അടിക്കുന്ന സമയത്ത് OTP വന്നെ ഉണ്ടാവും, പക്ഷെ ഇത് ഹാക്കർ ഉണ്ടാക്കിയ ഒരു സ്ഥലത്തേക്ക് നമ്മൾ അടിക്കുന്നത്. പക്ഷെ OTP വന്നത് ഒറിജിനൽ തന്നെ ആയിരിക്കും. ആ OTP വെച്ചിട്ട് എന്ത് ചെയ്യും, ഹാക്കർ ഒഫീഷ്യൽ എന്ത് ചെയ്യും, നമ്മളെ അക്കൗണ്ടിൽ കയറിയിട്ട് എന്ത് ചെയ്യും, മേനെ പണിയുന്നതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെ പല രീതിയിലുള്ള ഫിഷിംഗ് ഉണ്ട്, ടൈപ്സ് ഓഫ് ഫിഷിംഗ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇമെയിൽ ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ വഴി എന്ത് ചെയ്യുക, ഫിഷിംഗ് ലിങ്കുകൾ അയച്ചു തരാം. ഉദാഹരണത്തിന് ഇപ്പൊ എന്താ, പ്ലീസ് കൺഫേം യുവർ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ആ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റകൾ അവർ ലീക്ക് ചെയ്യും. അല്ലെങ്കിൽ സ്പിയർ ഫിഷിംഗ്, ടാർഗറ്റ് വിത്ത് എ സ്പെസിഫിക് പേഴ്സൺ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു കമ്പനി, ആ കമ്പനിയിൽ എന്തുണ്ടാവും, ഒരു HR മാനേജർ. അപ്പൊ ആ HR മാനേജറിന് മാത്രം ഫോക്കസ് ചെയ്ത് വരുന്ന മെയില്, അയാളോട് പറയുന്നത് നിങ്ങളുടെ കമ്പനിയിലെ എല്ലാ എംപ്ലോയീസിന്റെയും പാൻ നമ്പേഴ്സ് എന്താണ് എനിക്ക് അയച്ചാന്ന് പറയും. അപ്പൊ ഞാൻ എന്താണ് ഇൻകം ടാക്സിൽ നിന്നാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്നിട്ട് ചോദിച്ചാൽ സ്വാഭാവികം നമ്മൾ എടുത്തു കൊടുക്കും. അപ്പോ അയാൾ അത് മിസ്യൂസ് ചെയ്യും ആ ഡാറ്റ. അപ്പൊ സ്മിഷിംഗ് തന്നെ SMS വഴി ഇത്തരം ലിങ്കുകൾ അയച്ചുതരാം. വിഷിംഗ് എന്ന് പറഞ്ഞാൽ വോയിസ് കോൾ മുഖാന്തരമായി ഇത്തരം സാധനങ്ങൾ അയച്ചുതരാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഞാൻ ചാപ്റ്റർ നോട്ട് തന്നെ ഉണ്ടാവും. ആ ചാപ്റ്റർ നോട്ട് വായിച്ചാൽ തന്നെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അത്രയും സിമ്പിൾ ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഈ ക്ലാസ് ഒന്ന് കേൾക്കുക, അതിന്റെ ഒപ്പം എന്ത് ചെയ്യുക, ചാപ്റ്റർ നോട്ട്സ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യും, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ COVID-19 സമയത്ത് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അവരിൽ നിന്നാണെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് വൈറസ് അപ്ഡേറ്റ്സ് കണ്ട് ഒരുപാട് മെയിലുകൾ എന്ത് ചെയ്തിരുന്നു, ഒരുപാട് ഹാക്കർമാർ അയച്ചിരുന്നു. അപ്പൊ ഇതൊരു ഫിഷിംഗ് ആണ്. അപ്പോ സാധാരണക്കാർ എന്ത് ചെയ്യും, അപ്പോൾ COVID-19 കുറിച്ചുള്ള പുതിയ വാർത്ത എന്താ അറിയാൻ വേണ്ടി എന്ത് ചെയ്യും, ഈ മെയിലുകളിൽ ക്ലിക്ക് ചെയ്യുകയും ആ ക്ലിക്ക് ചെയ്യുന്ന ഓൺ ദ ടൈം എന്ത് ചെയ്യും, അവരുടെ ഡിവൈസിലുള്ള എല്ലാ ഡാറ്റകളും എന്ത് ചെയ്യും, ഇവര് കക്കും. അപ്പോ സ്റ്റീൽ ചെയ്യും. അപ്പൊ ഈ രീതിയാണ് നമ്മൾ ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഫിഷിംഗിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം, അപ്പൊ അതിനുള്ള കൗണ്ടർ മെഷേഴ്സ് എന്തെല്ലാമാണ്, അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ഒന്ന്, ഡോൺ ക്ലിക്ക് സസ്പീഷ്യസ് ലിങ്ക് ടു ഓപ്പൺ സ്ട്രെയിനേജ്. അപ്പൊ നമുക്ക് സംശയം തോന്നുന്ന ലിങ്കുകളൊന്നും എന്ത് ചെയ്യരുത്, ക്ലിക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ചെക്ക് സെൻഡേഴ്സ് ഇമെയിൽ അഡ്രസ്സസ് കെയർഫുള്ളി. അതുപോലെ തന്നെ നമുക്ക് അയക്കുന്ന ഇമെയിൽ അഡ്രസ് ഉണ്ടല്ലോ, ഇപ്പൊ muslim.time@gmail.com എന്നുള്ള എന്റെ ഇമെയിൽ അഡ്രസ് എങ്കിൽ, അപ്പൊ അതുപോലെ ഹാക്കർ ഫെഡറൽ ബാങ്കിന്റെ എന്താണ് federal@.in എന്നാണെങ്കിൽ ആ ഫെഡറൽ ബാങ്കിന്റെ ഇമെയിൽ ID കറക്റ്റ് ആയിട്ട് നമ്മൾ നോക്കണം. ഇവന്മാര് ഭയങ്കര ബുദ്ധിശാലികളാണ്. ഇപ്പൊ ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ മെയിൽ ID federal@.in ആണെങ്കിൽ ഇവരെന്താ വെച്ചാല് ഫെഡറലിന്റെ അവിടെ എല്ലാം കണ്ട് കൂട്ടി കൊടുക്കും. അപ്പൊ നമ്മൾ നോർമലി നമ്മളെ അത്ര കണ്ട് ശ്രദ്ധിക്കാത്ത ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യും, ഒറിജിനൽ ആണെന്ന് വിചാരിക്കും, പക്ഷെ ഒറിജിനൽ ആയിരിക്കില്ല. ഒരു എല്ലാം അവിടെ കൂടുതൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു D കൂടുതൽ ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ഇവരെന്ത് ചെയ്യുക, നമ്മളെ പറ്റിക്കുക. ഓക്കെ, അപ്പൊ അത് വളരെ കെയർഫുൾ ആയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ഇമെയിൽ അഡ്രസ്സ്, നമുക്ക് ഇപ്പൊ ഫെഡറൽ ബാങ്കിൽ നിന്ന് വരുന്ന ഇമെയിൽ അഡ്രസ് ആണ്, ആ ഇമെയിൽ അഡ്രസ്സ് വളരെ കെയർഫുള്ളി നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇമെയിലുകളിൽ ഫിൽറ്ററുകൾ അവൈലബിൾ ആണ്. ഓക്കെ, നമ്മുടെ ജിമെയിലൊക്കെ അതിന്റെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, ആന്റി ഫിഷിംഗ് പ്രൊട്ടക്ഷൻ ഒക്കെ ഓൺ ആക്കിയിടുക. അതേപോലെ തന്നെ ഇവിടെ ലാംഗ്വേജിന്റെ ഒരു ടോൺ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് പെട്ടെന്ന് പൈസ അയച്ചിട്ട്
അല്ലെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് അറിയാത്ത സെന്റർമാർ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അപ്പൊ തന്നെ മനസ്സിലാക്കണം അത് എന്തോ ഉടായ്പുണ്ടെന്ന്. ഈ പെട്ടെന്നുള്ള വാക്കുണ്ടല്ലോ അഥവാ അർജന്റ് നീഡ് എന്നൊക്കെ പറഞ്ഞു വരുന്ന സാധനം ഉണ്ട് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം എന്തോ ഉടായ്പ അതിലുണ്ടെന്ന്. ഓക്കെ, അതൊരു കോമൺ സെൻസ് ആണ് കേട്ടോ. ഈ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഈ അർജന്റ് നിന്ന് കാണുന്നതൊക്കെ എന്തായിരിക്കും എന്തെങ്കിലുമൊക്കെ ഉടായ്പ സാധനങ്ങളായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾ നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു ലോക്ക് ചിഹ്നം നിങ്ങൾ കാണുന്നുണ്ടോ വെബ്സൈറ്റിന്റെ ലിങ്കിന്റെ അപ്പുറത്ത്. അപ്പൊ ആ ലോക്ക് ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റിൽ ഇങ്ങനെ ഒരു ലോക്ക് ചിഹ്നം ആ ലിങ്കിന്റെ അവിടെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. കാരണം ആ ലോക്ക് ചിഹ്നം ഇല്ലാന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റ് എൻക്രിപ്റ്റഡ് അല്ല എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ഡാറ്റ പെട്ടെന്ന് സ്റ്റീൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് അപ്പൊ നമ്മൾ ഫിഷിങ്ങിന്റെ ഇത് പറഞ്ഞു. ഇനി അടുത്ത അറ്റാക്ക് വെക്ടർ ആണ് റാൻസം വെയർ. റാൻസം വെയർ എന്ന് പറഞ്ഞാല് നമ്മൾ ക്ലാസ്സിലേക്ക് ഡിസ്കസ് ചെയ്തിരുന്നില്ല റാൻസം വെയർ എന്നാണ്. അപ്പൊ നമ്മുടെ ഡാറ്റ അവരെന്ത് ചെയ്യും സ്റ്റീൽ ചെയ്യും, കക്കും. കക്ക് മാത്രമല്ല ചെയ്യുക, ആ ഡാറ്റ തിരിച്ചു കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം തിരിച്ച് റാൻസം കൊടുക്കണം, പൈസയും കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യും നമ്മൾ കമ്പ്യൂട്ടർ ഒരു മാൽവെയർ ഉപയോഗിച്ച് എന്ത് ചെയ്യും ലോക്ക് ചെയ്യും. നമ്മുടെ കമ്പ്യൂട്ടറിലെ മൊത്തം ഫയലുകൾ ഒരു മാൽവെയർ ഉപയോഗിച്ച് അവർ ലോക്ക് ചെയ്യും. എന്നിട്ട് ഇത് തിരിച്ച് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പൈസ കൊടുക്കണം. അപ്പൊ ആ ഒരു രീതിയിലുള്ള അറ്റാക്കിനാണ് റാൻസം വെയർ അറ്റാക്ക് നമ്മൾ എന്ത് ചെയ്യുക പറയാം. അപ്പോ എന്തെല്ലാം തരം റാൻസം വെയറുകൾ ഉണ്ട്? ഓക്കെ, എന്തൊക്കെ ഉണ്ട്? ഒന്ന് ക്രിപ്റ്റോ റാൻസം വെയർ ഉണ്ട്. ക്രിപ്റ്റോ റാൻസം വെയർ എന്ന് പറഞ്ഞാൽ അവർ ഫയലുകൾ മാത്രമേ എൻക്രിപ്റ്റ് ചെയ്യുള്ളൂ. അഥവാ ഒരു കമ്പ്യൂട്ടറിനുള്ള ഫയലുകൾ മാത്രം എന്ത് ചെയ്യും ലോക്ക് ചെയ്യുന്ന പരിപാടിക്കാണ് ക്രിപ്റ്റോ റാൻസം വെയർ എന്ന് പറയാം. ഇനി അടുത്തത് ലോക്കർ റാൻസം വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ ഡിവൈസ്, ഇപ്പൊ ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഈ ലാപ്ടോപ്പിന്റെ ഡിവൈസ് അവർ എന്ത് ചെയ്യും ലോക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും ഒരു വാർണിംഗ് കൊടുക്കും. ഇതിന് എന്താണ് ഒരു ഫേക്ക് പോലീസ് വാർണിംഗ്, അഥവാ പോലീസ് ഇപ്പൊ നിങ്ങളെ കമ്പ്യൂട്ടർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം, അപ്പൊ നിങ്ങൾക്ക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഒരു വാർണിംഗും കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണ്ടോ. നമുക്ക് കമ്പ്യൂട്ടറിന് ഡിവൈസിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല, മൗസ് ഒന്നും നീക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. നമ്മളെ ഡിവൈസിന്റെ ഡിവൈസ് സ്ക്രീൻ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ ലോക്ക് ചെയ്തത്. മറ്റോടത്തെ ക്രിപ്റ്റോ റാൻസം വെയറിൽ ഫയലുകളാണ് ലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ എന്താണ് ഡിവൈസിന്റെ സ്ക്രീൻ ആണ് എന്ത് ചെയ്യുന്നത് ലോക്ക് ചെയ്യുന്നത്. പിന്നെ ഡബിൾ എക്സ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡാറ്റ കക്കുകയും ചെയ്യും, പിന്നെ എന്ത് ചെയ്യും നമ്മളെ ഫയലുകൾ ലോക്ക് ചെയ്യുകയും ചെയ്യും. മറ്റൊരുത്ത് ഫയൽ ലോക്ക് ചെയ്തിട്ടേ ഉള്ളൂ, ഡാറ്റ സ്റ്റീൽ ചെയ്തിട്ടില്ല. നമ്മൾ പറഞ്ഞ മുകളിലത്തെ രണ്ട് കേസിലും നമ്മുടെ ഡാറ്റ സ്റ്റീൽ ചെയ്തിട്ടില്ല. ഇവിടെ എന്താ വെച്ചാൽ ഡാറ്റ സ്റ്റീൽ ചെയ്യുകയും ചെയ്യും, കക്കുകയും ചെയ്യും, അതിന് പുറമെ എന്തും ചെയ്യും ആ ഫയലുകൾ ലോക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഡബിൾ എക്സ്റ്റോർഷൻ അതിന്റെ പേര്. ഓക്കെ, പിന്നെ ഇത് റിയൽ ആയിട്ട് നമ്മുടെ ലോകത്തായിരുന്നു വാണാക്രൈ. 2017 വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റാൻസം വെയർ അറ്റാക്ക് ആയിരുന്നു വാണാക്രൈ. ഇത് ഏകദേശം 150 രാജ്യങ്ങളെ ബാധിച്ചിരുന്നു ഈ ഒരു അറ്റാക്ക്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസ്, ഗവൺമെന്റ്സ് ഒക്കെ എന്ത് ചെയ്തിരുന്നു ഇതിനെ അഫക്ട് ചെയ്തിരുന്നു. വലിയ രീതിയിലുള്ള ഡിസ്റപ്ഷൻ നേരിട്ട ഒരു സംഭവമായിരുന്നു ഈ വാണാക്രൈ എന്ന് പറഞ്ഞാൽ. ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എങ്ങനെ റാൻസം വെയറിൽ നിന്നും രക്ഷ നേടാം? ഒന്നാമതായിട്ട് റെഗുലർ ആയ ബാക്കപ്പുകൾ സൂക്ഷിക്കുന്നതാണ്. ഇപ്പൊ നമ്മൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നത് ബാക്കപ്പിനെ കുറിച്ച് കൂടുതൽ വിശദീകരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന നമ്മുടെ ഡാറ്റ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെക്കണം. ബാക്കപ്പ് ചെയ്താലുള്ള സുഖം എന്താ, നമ്മുടെ ഡാറ്റ എന്ത് ചെയ്താണ് ഹാക്ക് ചെയ്യപ്പെട്ടാലും ബാക്കപ്പ് ഇവിടെ ഉണ്ടല്ലോ, ആ ബാക്കപ്പ് ഉപയോഗിച്ച് നമുക്ക് വർക്ക് ചെയ്യാലോ. ബാക്കപ്പ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് പേടിക്കേണ്ടുള്ളൂ, കാരണം നമ്മുടെ ഡാറ്റ മൊത്തം നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ഓക്കെ, അപ്പൊ മാക്സിമം ഓഫ്ലൈൻ ആയിട്ട് സൂക്ഷിക്കാന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അധികം ഇപ്പൊ നമ്മളെ യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ഡാറ്റകളൊക്കെ കമ്പ്യൂട്ടറിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും സ്റ്റുഡന്റ് ഫോൾഡർ എന്നിട്ട് എന്ത് ചെയ്യും ഓഫ്ലൈൻ ആയിട്ടും ആ റെക്കോർഡുകൾ സൂക്ഷിക്കും. ഇനി ഇൻ കേസ് എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ കമ്പ്യൂട്ടറിന് അടിച്ചു പോയി, മൊത്തം പോയില്ലേ, ഹാക്കിംഗ് ഇങ്ങനെ നടക്കണമെന്നില്ലല്ലോ, കമ്പ്യൂട്ടർ അടിച്ചു പോയാൽ മൊത്തം പോയില്ലേ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മളെ എന്തെങ്കിലും നല്ല ക്ലൗഡ് സർവറുകളൊക്കെ എന്ത് ചെയ്യണം വിട്ടു വെക്കണം. ഓക്കെ, അപ്പൊ ക്ലൗഡ് സർവറും ഇതിനൊരു പരിഹാരമാണ്. നല്ല നല്ല ക്ലൗഡ് സർവറുകൾ എന്ത് ചെയ്യും നമ്മുടെ ഡാറ്റകൾ കീപ്പ് ചെയ്യാന്നുള്ളത്. പിന്നെ വേറെ ഒന്ന് എന്താണ് നമ്മുടെ OS നമ്മുടെ ആപ്പുകളൊക്കെ എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് സൂക്ഷിക്കാന്നുള്ളത്. കാരണം ഈ അപ്ഡേറ്റ് എന്താ സംഭവം മനസ്സിലാക്കണമല്ലോ. അപ്ഡേറ്റ് നമ്മളൊരു ഒരു ആപ്പിൽ എന്തെങ്കിലും തരത്തില് ലൂപ്പ് ഹോൾസ് എന്ന് പറയും, അല്ലെങ്കിൽ വൾണറബിലിറ്റി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവല്ലോ. വൾണറബിലിറ്റി എന്നുവ ഉദാഹരണത്തിന് വൾണറബിലിറ്റി എന്നപ്പോ നമ്മുടെ വീട്ടിലെ വൾണറബിലിറ്റി എന്താണ് ചില നമ്മളെ വീടിന്റെ വാതിൽ നമ്മൾ രാത്രി ഓപ്പൺ ആക്കിയിട്ടാണ്, ലോക്ക് ചെയ്യാണ്ട് ഓപ്പൺ ആക്കിയിട്ടാണ്. ഇറ്റ്സ് എ വൾണറബിലിറ്റി. കാരണം ആ വൾണറബിലിറ്റി യൂസ് ചെയ്ത് എന്ത് ചെയ്യും അറ്റാക്കർ നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്നതാണ്. ഓക്കെ, അപ്പോ അതേപോലെ തന്നെ നമ്മളെ ഒരു ആപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ആപ്പിനുള്ളിൽ ഒരുപാട് വൾണറബിലിറ്റീസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ വൾണറബിലിറ്റീസും എന്ത് ചെയ്തിട്ടല്ല ഇല്ലാണ്ടാക്കിയിട്ടല്ല ഒരു ആപ്പും ഈ ലോകത്ത് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, കാരണം കമ്പനിക്ക് കണ്ടെത്താൻ കഴിയാത്ത വൾണറബിലിറ്റീസും എന്ത് ചെയ്യാന്നുള്ളതാണ് ഉണ്ടാവാന്നുള്ളതാണ്. അപ്പോൾ കമ്പനി കണ്ടെത്തും വൾണറബിലിറ്റീസ്, പിന്നെ ഓരോരുത്തരും ഇങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ വൾണറബിലിറ്റീസ് കണ്ടെത്തുക. അപ്പോൾ ഈ വൾണറബിലിറ്റീസ് കണ്ടെത്തുന്ന ആ സമയത്താണ് എന്ത് ചെയ്യുക നമ്മുടെ ആപ്പിലൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് അപ്ഡേഷൻ കൊണ്ടുവരിക. അപ്പൊ അപ്ഡേഷൻ കൊണ്ടുവരുമ്പോഴത്തേക്കും ഈ വൾണറബിലിറ്റി അവർ പാച്ച് വർക്ക് ചെയ്യുന്നു. നമ്മുടെ റോട്ടിലൊക്കെ ഓട്ടം ഇറങ്ങണ മാതിരി പാച്ച് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ പാച്ചിങ് ചെയ്യുന്നതാണ്.
അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അപ്ഡേറ്റുകൾ കൃത്യമായി നടത്തുന്നതാണ്. ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് വിൻഡോസ് യൂസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുനടക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സെക്യൂരിറ്റി സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യുക. കാരണം ഇത്തരം സെക്യൂരിറ്റി സോഫ്റ്റ്വെയറുകൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു മലീഷ്യസ് ആയിട്ടുള്ള സസ്പീഷ്യസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു അറ്റാക്ക് നടക്കാൻ സംഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത്. അപ്പൊ ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ ഈ നമ്മൾ കോളേജിലൊക്കെ നടക്കുന്ന സമയത്ത് ഈ ഉടായ്പല കണ്ട നമുക്ക് മനസ്സിലാവുമല്ലോ, അതേമാതിരി കമ്പ്യൂട്ടറിലൊക്കെ വേഗം മനസ്സിലാവും. ഓക്കെ, നമ്മളിങ്ങനെ അവന്റെ മുഖം കണ്ടാ അറിയാം അവൻ കള്ളനാണെന്ന് പറയില്ലേ. അപ്പൊ അതേമാതിരി കമ്പ്യൂട്ടറിന് അങ്ങനെ തന്നെയാണ്. കമ്പ്യൂട്ടറിന് എന്ത് ചെയ്യും, ഇത്തരത്തിൽ ഇങ്ങനത്തെ ആളുകളെ കണ്ടാൽ തന്നെ എന്ത് ചെയ്യും, അപ്പൊ ഇത്തരത്തിലുള്ള മെയിലുകൾ ഇത്തരത്തിലുള്ള മെസ്സേജുകൾ വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പൊ അതിനാണ് നമ്മൾ ഇത്തരത്തിൽ എന്ത് ചെയ്യണം, സെക്യൂരിറ്റി സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. അവർക്കത് കണ്ടാൽ മനസ്സിലാവും, നമുക്ക് ചിലപ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കണം. അപ്പൊ അത്തരത്തിലുള്ള സെക്യൂരിറ്റി സോഫ്റ്റ്വെയറുകൾ യൂസ് ചെയ്യാം. ഇതൊക്കെ എന്താണ് ഇതിന്റെ കൗണ്ടർ മെഷറുകളാണ്. ഓക്കെ, അടുത്ത SQL ഇഞ്ചക്ഷൻ ആണ്. SQL ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതില് ഇങ്ങനെ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഭാഗം ഉണ്ടാവും അല്ലെ, ഇങ്ങനെ ലോഗിൻ ചെയ്യാനുള്ള ഭാഗം. ഈ ലോഗിൻ ചെയ്യാനുള്ള ഭാഗത്തിന് നമ്മൾ ഇൻപുട്ട് ഫീൽഡ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഹാക്കർ എന്ത് ചെയ്യും, വേറൊരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇത് ഇൻസ്റ്റാഗ്രാമിന്റെ ലോഗിൻ ഒരു വിൻഡോ ആണ് വിചാരിക്കുക. അപ്പൊ അതേമാതിരി ഒരു സാധനം എന്ത് ചെയ്യും, ഹാക്കർ ഉണ്ടാക്കും, ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു ലോഗിൻ വിൻഡോ. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഇവിടെ യൂസർ നെയിം അടിക്കുന്ന ഇപ്പൊ യൂസർ നെയിം എന്നുള്ള ഒരു ഇൻപുട്ട് ഫീൽഡ് ആണ്, പാസ്വേഡ് എന്നുള്ള ഒരു ഇൻപുട്ട് ഫീൽഡ് ആണ്. അപ്പൊ ഹാക്കർ എന്ത് ചെയ്യും, ഹാക്കറിന്റെ വക ഒരു ഇൻപുട്ട് ഫീൽഡ് വേറെ ഉണ്ടാക്കും. അപ്പൊ നമുക്കൊരു ലിങ്ക് കിട്ടിയിട്ടുണ്ടാവും, ആ ലിങ്ക് വഴി നമ്മൾ കയറും ഇൻസ്റ്റാഗ്രാം ലോഗിൻ ചെയ്യാൻ വേണ്ടി. ശരിക്കും എന്തായിരിക്കൂല, ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ ഇൻപുട്ട് ഫീൽഡ് ആയിരിക്കില്ല, ഹാക്കർ ഉണ്ടാക്കി വെച്ച ഇൻപുട്ട് ഫീൽഡ് ആയിരിക്കും. നമ്മൾ അവിടെ കയറി എന്ത് ചെയ്യും, ടൈപ്പ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ നമ്മുടെ യൂസർ നെയിം അടിക്കുന്നത് ഹാക്കർ ഓക്കെ അവന്റെ യൂസർ നെയിം ഇതാണ്, പാസ്വേഡ് അടിക്കാനായിട്ട് പാസ്വേഡ് എന്ത് ചെയ്തു, ഹാക്കറിന് കിട്ടി. കാരണം ആ പാസ്വേഡും യൂസർ നെയിം വെച്ചിരുന്നത് ഹാക്കർ ഒഫീഷ്യൽ അക്കൗണ്ടിലാണ് കയറും. അപ്പൊ ഇങ്ങനെ ഇൻപുട്ട് ഫീൽഡിൽ കയറി കളിക്കാൻ പരിപാടിയാണ് എന്ത്, SQL ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അഥവാ വായിച്ചോളൂ, an attacks where the attacker puts malicious SQL command into input field. Input field എന്താണ്, ലോഗിൻ ഫോംസ് ടു ആക്സസ് ചേഞ്ച് ഇൻ ദ ഡാറ്റാബേസ്. അപ്പൊ ഡാറ്റാബേസ് എന്ത് ചെയ്യും, നമ്മുടെ ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഡാറ്റകൾ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ പൈസ വെക്കാൻ പല രീതിയിലും ഈ അറ്റാക്കുകൾ നടക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമ്മൾ ഇൻപുട്ട് ഫീൽഡിൽ കയറിയിട്ട് കളിക്കുന്ന പരിപാടിക്കാണ് എന്ത് ചെയ്യുക, SQL ഇഞ്ചക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ, കാരണം ഇതിന്റെ എല്ലാ ഭാഗവും ചിലപ്പോൾ നിങ്ങൾ കോഡിംഗ് ഒന്നും ബ്രേക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല, എന്നാലും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ ഇത്തരം എക്സ്പ്ലനേഷൻ മതി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ അതിനെ ചെറിയ സിമ്പിൾ എക്സാമ്പിൾ ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഭവം തന്നെയാണ്, അതിനൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ളൂ, വേണ്ടവർക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇനി ടൈപ്സ് ഓഫ് SQL ഇഞ്ചക്ഷൻ, ഏതെല്ലാം ടൈപ്പ് SQL ഇഞ്ചക്ഷനുകൾ ഉണ്ട്. ഒന്ന് ക്ലാസിക് SQL ഇഞ്ചക്ഷൻ, അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞത്. അഥവാ എന്ത് ചെയ്യും, അഥവാ ഹാക്കർ എന്ത് ചെയ്യും, ഒരു വേറെ തന്നെ ഒരു ഇൻപുട്ട് ഫീൽഡ് ഉണ്ടാക്കിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് ഒറിജിനൽ ഇൻപുട്ട് ഫീൽഡ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ ഡാറ്റ ഒക്കെ അവിടെ എൻ്റർ ചെയ്യും, പക്ഷെ അത് എന്തായിരിക്കും, ഒറിജിനൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഡാറ്റ സ്റ്റീൽ ചെയ്യുന്ന പരിപാടിക്കാണ് ക്ലാസിക് SQL ഇഞ്ചക്ഷൻ എന്ന് പറയാം. ഇനി ബ്ലൈൻഡ് SQL ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വിസിബിൾ ആയിട്ട് പ്രത്യക്ഷത്തിലായി ഒരു എററും ഒരു പ്രശ്നമൊന്നും അവിടെ കാണൂല. അപ്പോ എന്ത് ചെയ്യും, നോർമലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ ടൈപ്പ് ചെയ്യണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന വെച്ചാൽ നമ്മുടെ ഓരോ കീവേഡിനും അഥവാ കീബോർഡിലുള്ള ഓരോ കീസിനും ഓരോ സൗണ്ട് ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ അതിന്റെ ന്യൂമറിക്കൽ ഡാറ്റ ഡിഫറൻസ് ഉണ്ട്. അതിനൊക്കെ ഹാക്കർമാർക്ക് ഡാറ്റയ്ക്ക് ഉദാഹരണത്തിന് നമ്മൾ K എന്ന കീ അമർത്തുന്ന സമയത്തുള്ള ന്യൂമറിക്കൽ ഫ്രീക്വൻസി ആയിരിക്കില്ല D എന്ന കീ അമർത്തുന്നുണ്ടാകുമ്പോൾ. അപ്പൊ ഓരോ ലെറ്ററിനും കീബോർഡിൽ ന്യൂമറിക്കൽ ഫ്രീക്വൻസി മാറ്റേണ്ടതാണ്. ഈ ന്യൂമറിക്കൽ ഫ്രീക്വൻസി വെച്ചിട്ട് ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇയാൾ ഏത് കീ ആണ് അമർത്താൻ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഡാറ്റ ഹാക്ക് ചെയ്യും. അപ്പൊ ഇത് ഭയങ്കര സംഭവമാണ്. അപ്പൊ നമ്മള് K എന്ന് അമർത്തി കഴിഞ്ഞാലുള്ള ന്യൂമറിക്കൽ സൗണ്ട് ആയിരിക്കില്ല നമ്മൾ D എന്ന് അമർത്തുമുണ്ടാവുക. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഇവരെന്ത് ചെയ്യും, ഇയാൾ ഏത് കീവേഡ് ആണ്, അപ്പൊ അത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മുടെ യൂസർ നെയിം കണ്ടെത്താൻ എളുപ്പമല്ലേ, ആ സൗണ്ട് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചാൽ പോരെ. അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, ഹാക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഹാക്ക് ചെയ്യുന്ന രീതിക്കാണ് എന്ത് ചെയ്യുക, ബ്ലൈൻഡ് SQL ഇഞ്ചക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ഇതാ ഹാർട്ട്ലാൻഡ് പേയ്മെന്റ് സിസ്റ്റം. ഒരു പേയ്മെന്റ് സിസ്റ്റം ആണ്, നമ്മുടെ ഗൂഗിൾ പേ ഒക്കെ പോലത്തെ ഒരു പേയ്മെന്റ് സിസ്റ്റം ആണ്. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇത്തരത്തില് 100 മില്യൺ കാർഡ് നമ്പറുകൾ ഹാക്ക് ചെയ്തെടുത്തു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള SQL ഇഞ്ചക്ഷൻ വഴി. ഓക്കെ, അതിന്റെ കൗണ്ടർ മെഷേഴ്സ് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, സിമ്പിൾ ആണ്, കാരണം നേരത്തെ പറഞ്ഞതിന്റെ കുറച്ച് സാധനങ്ങൾ അപ്പൊ ഇതൊക്കെ ഏകദേശം കോമൺ ആണ്. കൗണ്ടർ മെഷേഴ്സ് ഒക്കെ എന്തായിരിക്കും ഏകദേശം കോമൺ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ നിങ്ങളുടെ എഴുതി വെച്ചാൽ മതി പരീക്ഷയ്ക്ക്. അതിന് കൂടുതൽ എന്ത് ചെയ്യണ്ട, അപ്പൊ നിങ്ങളൊരു 5-6 കൗണ്ടർ മെഷേഴ്സ് നിങ്ങൾ കാണിക്കുക, അതിന്റെയൊക്കെ ഏകദേശം എല്ലാത്തിനും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ പഠിച്ചാൽ മതി. പിന്നെ
കാരണം നമ്മൾ എക്സാം ഫോക്കസ്ഡ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ടാകണ്ട, അങ്ങനെ ബോറാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇനി നാലാമത്തെ നമ്മൾ അറ്റാക്ക് വെക്ടർ ആണ് മാൻ ഇൻ ദ മിഡിൽ. മാൻ ഇൻ ദ മിഡിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സാധനമാണ്. നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്ന സമയത്ത്, നമ്മളൊരു കൂട്ടുകാരനുമായി സംസാരിക്കുന്ന സമയത്ത് ഇടയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുക, കട്ട് വെക്കുക. നോർമലി നമ്മൾ മനുഷ്യന്മാരുടെ കേസിൽ ഉണ്ടാവുന്ന സംഭവമാണ് അല്ലെ. ഇതേപോലെ തന്നെ ഹാക്കർമാരുണ്ടാവും അല്ലെ. ഉദാഹരണത്തിന് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റ് അവിടെ. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ ആരുണ്ടാവും, ഹാക്കർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ശരിക്കും ഫെഡറൽ ബാങ്ക് ആണെന്ന് വിചാരിച്ചു എന്ത് ചെയ്യും, മെസ്സേജ് അയക്കും. ഫെഡറൽ ബാങ്കിനായിരിക്കും മെസ്സേജ് അയക്കുന്നത്, ഞാൻ ആർക്കൊക്കെ മെസ്സേജ് അയക്കുന്നത്, ഹാക്കറിനായിരിക്കും മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഇതാണ് മാൻ ഇൻ ദ മിഡിൽ, രണ്ടാളുടെ ഇടയിൽ. ശരിക്കും ഹാക്കർമാർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, മാൻ ഇൻ ദ മിഡിൽ ആണ്. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ്, അറ്റാക്കർ സീക്രട്ട്ലി സിറ്റ്സ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ആൻഡ് ഇന്റർപ്രറ്റ്സ് ഓൾട്ടേഴ്സ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ എന്ത് ചെയ്യും, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കും, അതിന് എനിക്കൊരു 5000 രൂപ താട്ടുന്നത് ഞാൻ എന്റെ കൂട്ടാൻ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യും, അത് 5 lakh ആക്കി അയക്കും. അപ്പോ ഇവരെന്ത് ചെയ്യും, 5 lakh കിട്ടും, ഈ ഹാക്കറിന് 5 lakh കിട്ടും. ഹാക്കർ എന്ത് ചെയ്യും, എനിക്ക് വേണ്ട 5000 ആണല്ലോ, 5000 എനിക്ക് അയച്ചിട്ട് തരും. നാളെ ഞാൻ കൂട്ടുകാരനെ കാണുമ്പോൾ കൂട്ടം ഇന്നലെ 5 ലക്ഷം ചോദിച്ചു, ഞാൻ അയച്ചു തരുന്നല്ലോ, എവിടെ 5 ലക്ഷം, 5000 എനിക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് സംഭവം, മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഇവര് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ ആൾട്ടർ ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ പറയാൻ പോണത്. ഒന്ന് പബ്ലിക് വൈഫൈ അല്ലെ. നമ്മൾ ഈ ഫ്രീ വൈഫൈ കാണുമ്പോൾ എല്ലാം ചാടിക്കാറുണ്ട്. ഫ്രീ വൈഫൈ ഒക്കെ മെയിൻ ആയിട്ട് ഇതിന്റെ ഒരു മെയിൻ സോഴ്സ് ആണ്. അപ്പൊ നമ്മൾ ഫ്രീ വൈഫൈ എന്ന് വെച്ച് കണക്ട് ചെയ്യും, പക്ഷെ ആക്ച്വലി അത് എന്തായിരിക്കില്ല, എയർപോർട്ടിലെയോ അല്ലെങ്കിൽ മാളിലെയോ ഒന്നും ഫ്രീ വൈഫൈ ആയിരിക്കും, അത് ഹാക്കർ ഉണ്ടാക്കി വിട്ട ഒരു വൈഫൈ ആയിരിക്കും. അപ്പൊ നമ്മൾ ആ വൈഫൈയുമായി കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ഡാറ്റകളിലേക്കും ഹാക്കറിന് എന്ത് ചെയ്യണം, ആക്സസ് കിട്ടണം. അപ്പൊ ഇത് അധികം സംഭവിക്കല് ഒന്ന് പബ്ലിക് വൈഫൈ മുഖാന്തരമാണ്. പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ്, ഒന്ന് ഫേക്ക് വൈഫൈ ഹോട്ട്സ്പോട്ട്. ഇപ്പൊ അതിനെ അറ്റാക്കേഴ്സ് എന്ത് ചെയ്യും, ഒരു ഫ്രീ കഫേ വൈഫൈ സെറ്റ് ചെയ്യും, യൂസർ എന്ത് ചെയ്യും, അത് കണക്ട് ചെയ്യും, അറ്റാക്കർ എന്ത് ചെയ്യും, എല്ലാ ഡാറ്റയും കാണും. ഇനി രണ്ടാമത്തെ രീതിയാണ് ARP സ്പൂഫിംഗ് ആണ്, അഥവാ അറ്റാക്കർ ട്രിക്സ് നെറ്റ്വർക്ക് ഇൻ ടു സെൻഡിങ് ട്രാഫിക് ടു ദം ഇൻസ്റ്റെഡ് ഓഫ് ദ റൂട്ടർ. അപ്പൊ നമ്മൾ ഈ വൈഫൈക്ക് ഒരു റൂട്ടറിൽ കണ്ടിട്ടുണ്ടാവില്ല, ഒരു ബോക്സ് പോലത്തെ സാധനം, റൂട്ടർ. റൂട്ടറിലേക്കാണ് എന്ത് ചെയ്യുന്നത്, ട്രാഫിക് പോകണമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ റൂട്ടറിലേക്ക് അല്ലേക്കും ട്രാഫിക് പോകണ്ടാവുക, എങ്ങോട്ടേക്കും, നമ്മളെ ഹാക്കറിന്റെ ഇതിലേക്കും ഡിവൈസിലേക്കും ഇതിന്റെ ട്രാഫിക് പോകണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, സ്പൂഫ് ചെയ്യും. പിന്നെ DNS സ്പൂഫിങ്. DNS സ്പൂഫിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും, ഇപ്പൊ നമ്മളെ ബാങ്കിന്റെ വെബ്സൈറ്റ്, ഇപ്പൊ www.federalbank.com ആണ് വെബ്സൈറ്റിന്റെ പേരെങ്കിൽ അതിലെന്ത് ചെയ്യും, ഒരു ROL ഒക്കെ കൂടിയിട്ട് ഒരു വേറെ തന്നെ ഒരു ലിങ്ക് ഉണ്ടാക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ ഒഫീഷ്യൽ ലിങ്കിലേക്കാണ് കയറുന്നത്, പക്ഷെ നമ്മൾ ഒഫീഷ്യൽ ലിങ്കിലേക്കും കയറുണ്ടാവുക ഈ ഹാക്കർ ഉണ്ടാക്കി വെച്ച ഡ്യൂപ്ലിക്കേറ്റ് ലിങ്കിലേക്ക് നമ്മൾ കയറുണ്ടാവുക. അപ്പൊ നമ്മൾ കയറും, നമ്മുടെ ഡാറ്റ നമ്മൾ അടിച്ചു നോക്കും, ഡാറ്റ മൊത്തം ആര് കൊണ്ടുപോകും, ഹാക്കർ കൊണ്ടുപോകും. ഇനി SSL സ്ട്രിപ്പിംഗ്. SSL സ്ട്രിപ്പിംഗ് എന്ന് പറഞ്ഞാൽ HTTPS നിങ്ങൾ സാധാരണ ലിങ്ക് കാണുമ്പോൾ നിങ്ങൾ കാണാനുണ്ടാവല്ലോ, ഈ ലിങ്ക് കാണുന്ന സമയത്ത് HTTPS എന്നേക്ക് തുടങ്ങുക ലിങ്കുകളൊക്കെ അല്ലെ. HTTPS എന്ന് പറഞ്ഞാൽ അത് HTTPS വെബ്സൈറ്റിന് മുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോളെ മക്കളെ, എന്താണ്, ആ വെബ്സൈറ്റ് എൻക്രിപ്റ്റഡ് ആണ്, അഥവാ 100% ആ വെബ്സൈറ്റിൽ കയറൽ സുരക്ഷിതമാണെന്നാണ് അർത്ഥം. ആ വെബ്സൈറ്റ് സുരക്ഷിതമല്ല എന്നുണ്ടെങ്കിൽ എന്ത് മാത്രമേ ഉള്ളൂ, HTTP എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ലോക്കിന്റെ ചിഹ്നം ഉണ്ടാവില്ല, മറ്റേ ലോക്കിന്റെ ചിഹ്നം ഉണ്ടാവും. HTTPS ആണെങ്കിൽ ലോക്കിന്റെ ചിഹ്നം എന്തേ ഉള്ളൂ, ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ ഈ HTTPS അയാൾ എന്ത് ചെയ്യും, HTTP ആക്കി മാറ്റും. അതാണ് SSL സ്ട്രിപ്പിംഗ്. നമ്മൾ ഇന്ത്യയിലേ നമ്മൾ ലിങ്ക് കയറുമ്പോൾ എന്ത് ചെയ്യും, HTTPS ഒരു S കുറവുള്ളൂ നമ്മൾ മെയിൻ ചെയ്യൂല. ഇത്തരം നമ്മുടെ ശ്രദ്ധക്കുറവിനെയാണ്, അതാണ് ഇസ് ദ വൾണറബിലിറ്റി, അതാണ് മെയിൻ വൾണറബിലിറ്റി. നമ്മൾ ഈ പറഞ്ഞ വൾണറബിലിറ്റിനേക്കാൾ ഏറ്റവും വലിയ വൾണറബിലിറ്റി എന്താണ്, ഇത്തരത്തിലെ ഡിജിറ്റൽ പ്ലാൻ. നമ്മൾ എല്ലാ ലിങ്കിലും, ഇപ്പൊ ഐഫോൺ ഇപ്പൊ എന്ത് ചെയ്യും, ഒരു 2 സ്പിൻ ചെയ്ത് ഐഫോൺ കിട്ടുന്ന പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ലിങ്കിൽ കയറും. ഇത്തരത്തിൽ ഈ സ്പിന്നിങ്ങിന്റെ ഇത്തരം ഗെയിമുകളൊക്കെ ഉണ്ടാക്കണതായിരിക്കും ഹാക്കർമാരായിരിക്കും. നമ്മൾ കയറിയും നമ്മുടെ ഡാറ്റ മൊത്തം കൊണ്ടുപോകണ്ടവേ, ഡാറ്റ ചിലപ്പോൾ പല രീതിയിലേക്കും യൂസ് ചെയ്യേണ്ടവാ. ഓക്കെ, പിന്നെ അപ്പൊ അതിന്റെ കൗണ്ടർ മെഷേഴ്സ് എന്തൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അഥവാ കണ്ണി കണ്ട എല്ലാ പബ്ലിക് വൈഫൈയിലും കയറി എന്ത് ചെയ്യരുത്, ലോഗിൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ VPN എന്ത് ചെയ്യുക, നമ്മള് എപ്പോഴും യൂസ് ചെയ്യുക. അപ്പൊ അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക നോക്കുക. പിന്നെ അടുത്തത് 5ാമത്തെ അറ്റാക്ക് വെക്ടറാണ് ഡോസ്, അതുപോലെ തന്നെ ഡിഡോസ് അറ്റാക്കുകൾ എന്ന് പറഞ്ഞാല് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡോസ് അറ്റാക്ക് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അഥവാ ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ ഉദാഹരണത്തിന് ഈ ഒരു കുപ്പി, ഈ കുപ്പിനുള്ളില് കൊള്ളാൻ പറ്റുന്ന ഒരു വെള്ളത്തിന്റെ അളവുണ്ടാവും അല്ലെ. ഇതിലേറെ വെള്ളം ഈ കുപ്പിയിലേക്ക് ഒഴിച്ചാൽ എന്താ ഉണ്ടാവുക, ഇത് ഫുള്ള് തുളുമ്പോ അല്ലെ, നമുക്ക് കുടിക്കാനും കഴിയില്ല, ഈ വെള്ളം ഇങ്ങനെ തുളുമ്പെന്നല്ലാണ്ട്. അപ്പൊ അതേമാതിരിയാണ് ഈ നമ്മുടെ വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞാൽ, വെബ്സൈറ്റിനുള്ളിൽ ഒരാൾക്ക് നിൽക്കാൻ, അതൊരു ഡാറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് ആ വെബ്സൈറ്റിലേക്ക് ഡാറ്റ വന്നു കഴിഞ്ഞാൽ
ആ വെബ്സൈറ്റ് മൊത്തത്തിൽ ഇങ്ങനെ ഹാങ് ആവും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ SSLC റിസൾട്ട് ഒക്കെ വരുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടല്ലേ ഇങ്ങനെ വെബ്സൈറ്റിനെ വറങ്ങലിച്ച് നിൽക്കൂലേ? അതിന്റെ മെയിൻ കാരണം എന്താണ്? അഥവാ അതിനൊരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാവും, അതിനപ്പുറം എന്ത് ചെയ്യുന്ന ആളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഹാങ് ആവുന്നതാണ്. അപ്പൊ ഇതേ സംഭവം തന്നെ. അപ്പൊ ഈ ഹാക്കർ എന്തെന്ന് വെച്ചാല് ഒരു ലോഡ് ഡാറ്റ നമ്മൾ വെബ്സൈറ്റിലേക്ക് ഇങ്ങനെ കൊടുന്നിടും, വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ കൊടുന്നിടും, ഫ്ലഡ് ചെയ്യുക, ഡാറ്റ ഇങ്ങനെ ഫ്ലഡ് ചെയ്യുക, അപ്പൊ ഒഴുക്കുക. അങ്ങനെ ഒഴുക്കണം എന്ത് ചെയ്യും, ശരിക്കും ഈ വെബ്സൈറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ഈ വെബ്സൈറ്റിലേക്ക് എത്താൻ കഴിയില്ല. മനസ്സിലായോ? അപ്പൊ ഇയാൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് വരേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ റിയൽ യൂസേഴ്സ് ഈ വെബ്സൈറ്റ്, ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റ് ആണ്, ഫെഡറൽ ബാങ്കിന്റെ വെബ്സൈറ്റ് ഇങ്ങനെ എന്ത് ചെയ്യുക, ഡാറ്റ ഇങ്ങനെ ലോഡ് ചെയ്യുക ഒരു സെർവറിന്. അപ്പോ ശരിക്കും വെബ്സൈറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ എത്താൻ കഴിയില്ല, കാരണം ഇവിടെ ലോഡായിട്ട് ഹാങ് ആയി നിൽക്കുകയാണ്, വറങ്ങലിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്ന രീതിക്കാണ് എന്താ പറയുക, ഡോസ് അറ്റാക്ക് എന്ന് പറയുന്നത്. ഫ്ലഡിങ് എ വെബ്സൈറ്റ് സെർവർ വിത്ത് ടു മച്ച് ട്രാഫിക് സോ റിയൽ യൂസേഴ്സ് കാനോട്ട് ആക്സസ് ഇറ്റ്. ഓക്കെ, സിമ്പിൾ. ഇനി ഇതിന്റെ തന്നെ ഡിഡോസ് അറ്റാക്ക് തന്നെ സെയിം ഐഡിയ, ഞാൻ നേരത്തെ പറഞ്ഞ സെയിം ഐഡിയ തന്നെയാണ് ഇതിനും, പക്ഷേ ബട്ട് യൂസിങ് മെനി ഡിവൈസസ് ഫ്രം ഡിഫറെന്റ് ലൊക്കേഷൻസ് മച്ച് സ്ട്രോങ്ങർ. അഥവാ ഇവിടെ നമ്മൾ ഒരു ലൊക്കേഷൻ തന്നെ ഒറ്റ ഡിവൈസിന് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനം ഫ്ലഡ് ചെയ്യുന്നത്, ഈ ഒരു വെബ്സൈറ്റ് ഫ്ലഡ് ചെയ്യുന്നത്. ഇത് തന്നെ ഒരുപാട് ഡിവൈസിൽ നിന്ന് ഒരുപാട് ലൊക്കേഷനിൽ നിന്നാണ് നമ്മൾ ഒരു വെബ്സൈറ്റ് ഫ്ലഡ് ചെയ്യണമെങ്കിൽ അതിന്റെ പേരാണ് ഡിഡോസ്. സിമ്പിൾ അല്ലേ? ഒറ്റ ഡിവൈസിന് ഒരേ ലൊക്കേഷനിൽ ഇരുന്ന് ഒരു വെബ്സൈറ്റ് നമ്മൾ ഡാറ്റ ഫ്ലഡ് ചെയ്യുന്ന പരിപാടിക്ക് എന്ത് പറയും, ഡോസ് എന്ന് പറയും. ഒരുപാട് ഡിവൈസുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത ലൊക്കേഷനിൽ ഇരുന്നിട്ട് ഒരു വെബ്സൈറ്റ് ഫ്ലഡ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും, ഡിഡോസ് എന്ന് പറയും. വളരെ സിമ്പിൾ ആണ്. ഇനി അതിന്റെ ടൈപ്പുകൾ, അതിന്റെ ഓരോ ടൈപ്പുകൾ, ഒന്ന് വോളിയം ബേസ്ഡ് ഡിഡോസ് അറ്റാക്കുകൾ ഉണ്ട്. ഇവിടെ എന്ത് ചെയ്യും, അറ്റാക്കർ ഒരുപാട് എന്ത് ചെയ്യും, ഹ്യൂജ് ഇൻഫോർമേഷൻ എന്ത് ചെയ്യും, ഒരു വെബ്സൈറ്റിലേക്ക് ഫ്ലഡ് ചെയ്യും. ഇതിപ്പോ അപ്പോ ഇതിപ്പോ ഉദാഹരണം വെച്ചാൽ ഒരു മൊബൈൽ ഉണ്ട്, ഒറ്റ മൊബൈൽ. അപ്പോൾ ഈ ഒരു മൊബൈലിലേക്ക് എന്ത് ചെയ്യുക, ഈ ഒരു മൊബൈലിലേക്ക് ഒരാൾക്കല്ലേ ഒരു സമയം വിളിക്കാൻ പറ്റുള്ളൂ, ഇതിലേക്ക് ഒരേ സമയം 1000 ആൾ വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ ഒരാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോ എന്താണ് ഇങ്ങനെ ഒരാൾക്ക് കിട്ടൂലല്ലോ. അപ്പൊ ഇതേ സംഭവം, അപ്പോ ഇത് ഒരു ലിമിറ്റ് ഉണ്ടാവും എല്ലാത്തിനും. അപ്പൊ ആ ഒരു സംഭവമാണ് വോളിയം ബേസ്ഡ് ആണ്. അപ്പൊ ഇതിനുള്ളിൽ വരാൻ പറ്റുന്ന ഒരു വോളിയം ഉണ്ട്. അപ്പൊ ഇതിനുള്ളിൽ ഈ മൊബൈൽ ഡിവൈസിൽ ഇപ്പൊ കോളിങ്ങിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഒരാൾക്കല്ലേ കോൾ ചെയ്യാൻ പറ്റുള്ളൂ, അതിലേറെ ആളുകൾ കോൾ ചെയ്യാം, അതൊരു ഉദാഹരണം. ഓക്കെ, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിനുള്ളിൽ ഒരു സമയം ഒരു 1 മില്യൺ ആളുകൾക്ക് കയറാൻ കഴിയുള്ളൂ, ആ സമയത്ത് 2 മില്യൺ ആളുകൾ എന്ത് ചെയ്യാൻ കയറുക, അങ്ങനെയൊക്കെ. ഇനി അടുത്ത് പ്രോട്ടോകോൾ അറ്റാക്ക് പറഞ്ഞു കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും, ദേ സെൻഡ് എ ഫേക്ക് കണക്ഷൻ റിക്വസ്റ്റ് ബട്ട് നെവർ ഫിനിഷ് ദം. അവരെന്ത് ചെയ്യും, ഇങ്ങനെ നമ്മളെ മൊബൈലിലേക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫേക്ക് കണക്ഷൻസ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഉദാഹരണത്തിന് ഇപ്പൊ എന്ത് ചെയ്യണേ, ഒരു ട്രാൻസാക്ഷൻ നടത്താൻ ഗൂഗിൾ പേയിൽ കയറിയിട്ട് ട്രാൻസാക്ഷൻ നടത്താന്ന് ചോദിക്കാം. അപ്പൊ ട്രാൻസാക്ഷൻ ഇങ്ങനെ നടത്തുന്നുണ്ടാവും, പക്ഷെ ഇത് പേ അമർത്തൂല. ഇങ്ങനെ ഇപ്പൊ 2000 ഇങ്ങനെ എഴുതും, പേ അമർത്തൂല. ഇനി അടുത്ത 2000 ഇങ്ങനെ എഴുതും, പേ അമർത്തൂല. അങ്ങനെ നിൽക്കുക, ഫിനിഷ് ചെയ്യാണ്ട് നിൽക്കുക. ഇത് ഏതുപോലെ അറിയോ, നമ്മള് വീട്ടിൽ എന്ത് ചെയ്യാ, ഒരാള് ഡോർമ മുട്ടുക, ഡോർമ മുട്ടിയിട്ട് നമ്മൾ വാതിൽ തുറക്കാൻ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, ഓടിപ്പോകും. അങ്ങനെ എന്ത് ചെയ്യും, അപ്പൊ പിന്നെയും ഡോർമ മുട്ടും, നമ്മൾ വാതിൽ തുറക്കാൻ വരുമ്പോഴത്തേക്കും ഓടിപ്പോകും. അങ്ങനെ മുട്ടിക്കൊണ്ടിരുന്ന അങ്ങനെ ഉണ്ടാവും, നമ്മൾ കഴിയൂല. അതേ മാതിരി തന്നെയാണ്. അപ്പൊ ഇയാളിങ്ങനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെബ്സൈറ്റ് വെയിറ്റ് ചെയ്ത് കേൾക്കും, അപ്പൊ ഇയാൾ ഫിനിഷ് ചെയ്യൂല. അങ്ങനെ എന്ത് ചെയ്യും, വെബ്സൈറ്റിനെ ലോഡ് ചെയ്യിപ്പിക്കാം. മാക്സിമം ഈ ഡിഡോസ് അറ്റാക്കിന്റെ ഒരു മെയിൻ സ്വഭാവം അങ്ങനെ വെബ്സൈറ്റിനെ ലോഡ് ചെയ്യിപ്പിക്കാം, ആവശ്യമില്ലാണ്ട് ലോഡ് ചെയ്യിപ്പിക്കാം. ഒരു റിയൽ യൂസർ വന്ന് ലോഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, കാരണം അത് അയാൾക്ക് വേണ്ടിയാണല്ലോ. ഇത് ഇയാൾക്ക് ഇത് ആവശ്യമില്ല. ഇയാൾ ആവശ്യം എന്താണ്, റിയൽ യൂസേഴ്സ് ഇവിടേക്ക് എത്താൻ പാടില്ല, അതിന് വേണ്ടി വെബ്സൈറ്റിനെ വെറുതെ ഇങ്ങനെ ലോഡ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇതന്നെ പരിപാടി. ഇനി അടുത്ത അപ്ലിക്കേഷൻ ലെയർ. അപ്ലിക്കേഷൻ ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമ്പിൾ സിനാറോ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ എന്ത് ചെയ്യാണ്, ഒരു 10 ആള് റിയൽ സൂപ്പർ മാർക്കറ്റിലേക്ക് വാങ്ങിക്കാൻ വന്ന ആൾക്കാരാണ്. ആ സൂപ്പർ മാർക്കറ്റിൽ ഒരു 5000 ആൾക്കാർ വന്നിക്കാം, അവർക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ഒരു ഉദ്ദേശമില്ല, വെറുതെ കയറി വന്നിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാ, ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങിച്ച് ബില്ല് ചെയ്യാൻ വന്നു, ബില്ല് ചെയ്യൂല, ബിൽ കൗണ്ടറിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും, അത് വേണ്ട അങ്ങനെ ഒഴിവാക്കും. അങ്ങനെ അപ്പോ ഇവിടെ സംഭവിക്കുന്ന വെച്ചാല് റിയൽ കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല, സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാർക്ക് ഡീൽ ചെയ്യാൻ കഴിയില്ല. ഇതേ സംഭവം തന്നെയാണ് ഈ അപ്ലിക്കേഷൻ ലെയർ എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് സോ മെനി നോർമൽ ലുക്കിംഗ് HTTP റിക്വസ്റ്റിനെ കാണുമ്പോൾ ഇവർ നോർമലി അയക്കും, പക്ഷെ ഇവര് എന്ത് ചെയ്യും, വെറുതെ നമ്മളെ വെബ്സൈറ്റിനെ ലോഡ് ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. ഓക്കെ, അതിന്റെ ഒരു ഉദാഹരണം റിയൽ എക്സാമ്പിൾ ആണ് നമ്മളെ എന്താണ് DYN DNS ഒക്കെ 2016 നടന്നത്. അഥവാ നമ്മളെ ട്വിറ്റർ, നെറ്റ്ഫ്ലിക്സ് പോലത്തെ പ്ലാറ്റ്ഫോമുകളൊക്കെ ഡൗൺ ചെയ്തു. ട്വിറ്ററിൽ നെറ്റ്ഫ്ലിക്സിലൊക്കെ കുറെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഡാറ്റ ഫ്ലഡ് ചെയ്യിപ്പിക്കുക. അപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ ഒരാൾ എന്തെങ്കിലും സീരീസ് കാണാൻ എടുത്ത് കഴിഞ്ഞാൽ ആൾക്ക് നെറ്റ്ഫ്ലിക്സിൽ കയറാൻ കഴിയില്ല. കാരണം എന്താണ്, ഇത് വേറെ കുറെ ടീം വന്ന് ഇങ്ങനെ വെറുതെ അവർക്ക് സീരീസ് കാണാൻ നല്ല ഉദ്ദേശം, നെറ്റ്ഫ്ലിക്സിനെ ലോഡ് ചെയ്യിപ്പിക്കാന്നാണ് ഉദ്ദേശം. ഓക്കെ,
അപ്പൊ അതിന്റെ കൗണ്ടർ മെഷേഴ്സ് ഇതാ, യൂസ് മൾട്ടിപ്പിൾ സെർവേഴ്സ്. അപ്പൊ ഒരു സെർവർ തന്നെയല്ല യൂസ് ചെയ്യേണ്ടത്, മൾട്ടിപ്പിൾ സെർവറുകൾ എന്താ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ സെർവർ തന്നെ എനിക്കറിയാം, സെർവർ തന്നെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണല്ലോ അല്ലെ. അപ്പൊ സെർവറിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടും. അപ്പൊ നമ്മളെ കമ്പനി വെബ്സൈറ്റില് മൾട്ടിപ്പിൾ സെർവറുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് സെർവറുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡാറ്റ ലോഡ് ചെയ്തൂടെ. അപ്പൊ ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉൾക്കൊള്ളാൻ കഴിയും. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ സെർവറുകൾ യൂസ് ചെയ്യാം. അപ്പൊ നമുക്ക് ആ ലോഡ് ബാലൻസ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ റൈറ്റ് ലിമിറ്റിംഗ്, അഥവാ ഒരു IP ഒരു സമയത്ത് മാത്രമേ കയറാൻ കഴിയൂ. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ IP എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ നമ്മളെ കമ്പ്യൂട്ടറിന് ഒരു IP ഉണ്ടാവും, മൊബൈലിന്. അപ്പൊ ഓരോ ഡിവൈസിനും ഓരോ IP ഉണ്ടാവും. ഓക്കെ, അപ്പോ ഒരു സമയത്ത് ഒരു IP മാത്രം എന്ത് ചെയ്യുക, ലിമിറ്റ് ചെയ്യുക. സോറി, IP എന്ന് പറഞ്ഞാൽ അതല്ല, ഇത് ഡിവൈസിനല്ല, മൊത്തത്തിൽ നമ്മളിപ്പോ ഒരു വൈഫൈ നെറ്റ്വർക്ക് ഉപയോഗിക്കണം. ആ വൈഫൈ നെറ്റ്വർക്കിൽ മൊത്തത്തിലാണ് ഒരു IP ഉണ്ടാവുക. അപ്പൊ ഒരു വൈഫൈ ഒരു സമയത്ത് എന്ത് ചെയ്യുക, ഒരു ഡിവൈസിന് മാത്രം ലോഗിൻ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ സുഖമായില്ല. കാരണം ഇയാൾ ഈ വൈഫൈ നയിക്കുന്നത് ചെയ്യുക, മൾട്ടിപ്പിൾ ഡിവൈസുകളിൽ വെച്ചിട്ട് ഇങ്ങനെ ലോഡ് ചെയ്യിപ്പിക്കുന്നുണ്ടാവും. അപ്പൊ ഒരു വൈഫൈക്ക് ഒരു ഡിവൈസ് വെച്ചിട്ട് ഒരു സമയത്ത് ഒരു മാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പരിഹരിക്കാമല്ലോ. അങ്ങനെ. ഇനി അല്ലാണെങ്കിൽ നെക്സ്റ്റ് ഒരു ഓപ്ഷൻ ആണ് ജിയോ ബ്ലോക്കിംഗ്. ജിയോ ബ്ലോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ, അപ്പൊ അറ്റാക്കർ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ആ ഒരു ലൊക്കേഷൻ എന്ത് ചെയ്യുക, ആ ഒരു അറ്റാക്കറിന് ആ സ്പെസിഫിക് ലൊക്കേഷൻ മാത്രം എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, ജോഗ്രഫിക്കൽ ബ്ലോക്കിംഗ് വഴി. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇത്തരത്തിലുള്ള ഡോസ് അറ്റാക്കുകൾ ഒഴിവാക്കുന്നതാണ്. ഇനി എത്ര ഉണ്ട്? ഈ 2 കൂടി ഉള്ളൂ. അടുത്തത് സീറോ ഡോ എക്സ്പ്ലോയിറ്റ് ആണ്. സീറോ ഡോ എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സീറോ ഡോ എക്സ്പ്ലോയിറ്റ് എന്ന് പറഞ്ഞാല് ഒരു കമ്പനി ഒരു വെബ്സൈറ്റ് ഇറക്കി, അല്ലെങ്കിൽ ഒരു ആപ്പ് ഇറക്കി. ആ ആപ്പില് എന്തുണ്ട്, ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു വൾണറബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ വൾണറബിലിറ്റി എന്താണെന്ന് കമ്പനിക്ക് പോലും അറിയില്ല കേട്ടോ. ആ വൾണറബിലിറ്റിനെ എന്ത് ചെയ്തു, ഹാക്കർ യൂസ് ചെയ്ത് ആ ആപ്പ് ഹാക്ക് ചെയ്തു. അപ്പോ എടാ, നമ്മളെ ആപ്പിലുള്ള വൾണറബിലിറ്റി കമ്പനിക്ക് എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് അതിനനുസരിച്ച് നടപടി എടുക്കാൻ കഴിയുള്ളൂ. ഇത് ഇറക്കിയ കമ്പനിക്ക് തന്നെ ഈ ആപ്പിലുള്ള വൾണറബിലിറ്റി എന്താണെന്ന് അറിയില്ല. അറിയാത്ത, ഞാൻ പറഞ്ഞ വൾണറബിലിറ്റി ഓഫ് കോഴ്സ് ഉണ്ടാവും എല്ലാ ആപ്പിലും. ആ വൾണറബിലിറ്റിനെ യൂസ് ചെയ്താണ് നമ്മുടെ അറ്റാക്കർ വന്നത് എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മുടെ ഡാറ്റ അവിടെ എന്ത് ചെയ്തു, പോയി. അങ്ങനെ ചെയ്യുന്ന അറ്റാക്കിനാണ് സീറോ ഡോ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുക. ഈ സീറോ ഡോ എക്സ്പ്ലോയിറ്റ് വന്നാല് നമുക്ക് ഒരിക്കലും നമ്മളെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് സീറോ ഡേ എന്ന പേരിടുന്ന കാരണം തന്നെ എന്താ, 0 days അവൈലബിൾ ടു ഫിക്സ് ഇറ്റ്. നമുക്ക് അത് ഫിക്സ് ചെയ്യാൻ ഒരു ദിവസവും ഇല്ല, 0 day എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു അറ്റാക്കിന്റെ പേര് സീറോ ഡേ. കാരണം കമ്പനിക്ക് ഇപ്പൊ മൈക്രോസോഫ്റ്റ് ഒരു സോഫ്റ്റ്വെയർ ഇറക്കിയിട്ടുണ്ട്, ആ സോഫ്റ്റ്വെയറിനുള്ളിൽ വൾണറബിലിറ്റി ഉണ്ട്. ആ വൾണറബിലിറ്റി യൂസ് ചെയ്ത് ഒരു അറ്റാക്കർ എന്ത് ചെയ്തു, അത് ഹാക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന അറ്റാക്കുകൾക്ക് നമ്മൾ സീറോ ഡേ എക്സ്പ്ലോയിറ്റ് അഥവാ അൺനോൺ ആയിട്ടുള്ള വൾണറബിലിറ്റി മിസ്യൂസ് ചെയ്തുകൊണ്ട് ഒരു അറ്റാക്കർ എന്ത് ചെയ്യുക, സിമ്പിൾ ആണല്ലോ മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോ അതിന്റെ ഒരു ഉദാഹരണം റിയൽ ലൈഫ് എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മൈക്രോസോഫ്റ്റ് എക്സ്ചേഞ്ച് 2021 നടന്ന എക്സ്ചേഞ്ച്. ഓക്കെ, അത് നോക്കുക. പിന്നെ കൗണ്ടർ മെഷേഴ്സ്, എന്തെല്ലാം നമുക്ക് കൗണ്ടർ മെഷേഴ്സ് ചെയ്യാം. ഒന്ന്, അപ്ലൈ പാച്ചസ് ആൻഡ് അപ്ഡേറ്റ്സ് as soon as they are available. അത് ഈ നമ്മളൊക്കെ ആപ്പിലേക്കൊക്കെ വെബ്സൈറ്റിലേക്കൊക്കെ ഈ അപ്ഡേറ്റ്സുകൾ, അതുപോലെ തന്നെ പാച്ചുകളൊക്കെ വരുന്നത് അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇന്റലിജൻസ് അലർട്ടുള്ള കോണൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചൊക്കെ സിമ്പിൾ ആണ് മനസ്സിലാക്കാൻ. അടുത്തത് സോഷ്യൽ എഞ്ചിനീയറിംഗ്, 7ാമത്തത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാല് ശരിക്കും ഇത് സോഷ്യോളജിയിലേക്ക് വരുന്ന സാധനമാണ്. പക്ഷെ ഇത് ഹാക്കിങ്ങിലും, ഹാക്കിംഗ് എന്ന് പറഞ്ഞാല് വെറും എന്തല്ല, ഈ ഡിവൈസ് മാത്രം ഉപയോഗിച്ചിട്ടല്ല, കുറെയൊക്കെ നമ്മുടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് വഴിയുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഒരു ഉദാഹരണമാണിത്. ഇവിടെ എന്താ, അറ്റാക്കിംഗ് പീപ്പിൾസ് മൈൻഡ്, നോട്ട് ജസ്റ്റ് കമ്പ്യൂട്ടേഴ്സ്, യൂസിങ് ലൈസ്, ട്രിക്സ് ആൻഡ് സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ടു ഗെറ്റ് ഇൻഫർമേഷൻ ഓർ ആക്സസ്. അപ്പൊ ജനങ്ങളുടെ മൈൻഡിനെ എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. ഇവിടെ കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ, മൈൻഡ് മാത്രമല്ല കമ്പ്യൂട്ടറിനെ അറ്റാക്ക് ചെയ്യണേ. ഇപ്പൊ ഇത് നമ്മളിപ്പോ ഇൻഫർമേഷൻ സെക്യൂരിറ്റിനോട് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ, ശ്രദ്ധിക്കണല്ലേ പിള്ളേര്. അപ്പോ ഈ നമ്മുടെ മൈൻഡിനെ എന്ത് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. നോട്ട് ജസ്റ്റ് കമ്പ്യൂട്ടേഴ്സ്, എന്ത് ഉപയോഗിച്ചത്, ലേസ്, അതുപോലെ ട്രിക്സ്, സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ഒക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ മൈൻഡിനെ അറ്റാക്ക് ചെയ്യുക. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നടന്ന സംഭവം 2013 നടന്ന സംഭവമാണ് എന്ത്, ട്വിറ്ററിൽ നടന്ന സംഭവമാണ്. അഥവാ വൈറ്റ് ഹൗസിൽ തീപിടുത്തം, വൈറ്റ് ഹൗസിൽ വലിയൊരു ബോംബ് പൊട്ടിയിരിക്കണ ഒരു വ്യാജ വാർത്ത എന്ത് ചെയ്തു, ട്വിറ്ററിൽ മൊത്തം അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തു ഈ ഹാക്കേഴ്സ്. അപ്പൊ അവരോട് ഉദ്ദേശം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഡീക്ക. അപ്പൊ വൈറ്റ് ഹൗസിൽ ബോംബ് പൊട്ടിയില്ലേ, അപ്പൊ
കുറെ ആൾക്കാർ എന്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത പൈസകളൊക്കെ വിഡ്രോ ചെയ്തു. അപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് മൊത്തത്തിൽ കൂപ്പുകുത്തി. ഓക്കെ, അപ്പൊ ആളുകളുടെ മൈൻഡിനെ അറ്റാക്ക് ചെയ്ത് എന്ത് ചെയ്യാം, മറ്റൊരു സ്ഥലത്ത് ഹാക്കിംഗ് ഉണ്ടാക്കുക. അതാണ് എന്ത് ഈ സോഷ്യൽ എഞ്ചിൻ. അപ്പൊ ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, അഥവാ വൈറ്റ് ഹൗസിൽ ബോംബ് പൊട്ടിക്കണമെന്നുള്ള വ്യാജ വാർത്ത 2013 എന്ത് ചെയ്തു, ട്വിറ്റർ മൊത്തം സ്പ്രെഡ് ചെയ്തു. അപ്പൊ ആളുകൾ വൈറ്റ് ഹൗസ് അതിന് പേടിച്ചിട്ട് എന്ത് ചെയ്തു, ഇപ്പൊ തന്നെ എന്ത് ചെയ്യാണ്, അത് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയ ഒരു വാർത്ത എന്ത് ചെയ്യാണ് സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യണം. അപ്പൊ അത് കേട്ടിട്ട് ആൾക്കാർ പാനിക് ആയിട്ട് പലതും ചെയ്തു വെക്കൂലേ. അങ്ങനെ എന്ത് ചെയ്യാ, പീപ്പിൾസിന്റെ മൈൻഡിനെ, ആളുകളുടെ മൈൻഡിനെ അറ്റാക്ക് ചെയ്ത് ഇത്തരത്തിലുള്ള, അപ്പൊ അത് ലേസ് ആയിരിക്കും, നുണകളായിരിക്കും, ചിലപ്പോൾ ട്രിക്ക് ആയിരിക്കും, ചിലപ്പോൾ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ ആവാം, എന്തും ആവാം. അത് ഉപയോഗിച്ച് എന്ത് ചെയ്യാം ആളുകളുടെ, അപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കണു, അപ്പോ അതിൽ നിന്നും രക്ഷ നേടാൻ എന്തുണ്ട്, ഇന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള വഴി ഉണ്ട്, അതിന്റെ ഒരു ലിങ്ക് ഒക്കെ അയച്ചു കൊടുത്താൽ നമ്മളെ പോയി ക്ലിക്ക് ചെയ്യും മണ്ടന്മാര്. അപ്പൊ അങ്ങനെയൊക്കെ എന്ത് ചെയ്യും, നമ്മളെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ബാക്കി അതിന്റെ കൗണ്ടർ മെഷേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ ആണ്. മെയിൻ ആയിട്ട് നോക്കേണ്ടതുള്ളൂ, എപ്പോഴും ഓൾവേസ് വെരിഫൈ ഐഡന്റിറ്റി ത്രൂ സെപ്പറേറ്റ്. അഥവാ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഇങ്ങനെ എന്തെങ്കിലും കാണണം, ഇത് എവിടെ നിന്നാണ് ഇതിന് സോഴ്സ് കറക്റ്റ് ചെക്ക് ചെയ്യണം. വെറുതെ അങ്ങോട്ട് എന്തെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ല, ഇത് ശരിക്കും ഒതന്റിക് സോഴ്സ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒഫീഷ്യൽ നമ്പറിലേക്ക്, ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് വിളിച്ചു ചോദിക്കും, ഇങ്ങനെ ഇൻസിഡന്റ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കണോ ഇല്ലേ എന്നൊക്കെ ചെയ്യാം, വിളിച്ച് കൺഫേം ചെയ്യാം. അല്ലാണ്ട് നേരെ പിടിച്ച് ചാടിപ്പടിച്ചെന്തല്ലോ ഇങ്ങനത്തെ ലിങ്കിലും ക്ലിക്ക് ചെയ്ത് ഓരോ പേയ്മെന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്തത്. അപ്പൊ അങ്ങനത്തെ കൗണ്ടർ മെഷേഴ്സ് ഒക്കെ ഉണ്ടാവും, ജസ്റ്റ് നോക്കിയേക്കാം. ഓക്കെ, അപ്പൊ ഇത്ര ഉള്ളൂ ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. മെയിൻ ആയിട്ട് എന്താണ് അറ്റാക്ക് വെക്ടർ, അഥവാ അറ്റാക്ക് വെക്ടേഴ്സിന്റെ ഒരു 7 ടൈപ്പ് നമുക്ക് പഠിക്കാണ്ട്. ഒന്നുകൂടി മുകൾക്ക് വന്നു കഴിഞ്ഞാല് ഒന്നുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാം നമുക്ക്. വേഗം ആ, അപ്പൊ നമുക്ക് 7 ടൈപ്പ് ഓഫ് അറ്റാക്ക് വെക്ടേഴ്സ് നമുക്ക് പഠിക്കാണ്ട്. അപ്പൊ അതിന്റെ കൗണ്ടർ മെഷേഴ്സും കൂട്ടി പഠിക്കണുണ്ടോ. ഓക്കെ, നമ്മൾ ചാപ്റ്ററിന്റെ ഹെഡിങ് തന്നെ അതാണല്ലോ. അപ്പൊ ഒന്ന് ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്ന് പറഞ്ഞാല് പ്രിറ്റൻഡിങ് എന്ത് ചെയ്യും, ശരിക്കുള്ള ആളെ പോലെ നമ്മളോട് തോന്നിപ്പിച്ചിട്ടേക്കും നമുക്ക് മെയിൽ അയക്കാം, പക്ഷെ ശരിക്കുള്ള ആളിലേക്കും മെയിൽ അയക്കണം. ഉദാഹരണത്തിന് ഫെഡറൽ ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് മെയിൽ അയക്കും, ഫെഡറൽ ബാങ്കിൽ നിന്ന് ആയിരിക്കും മെയിൽ അയക്കുണ്ടാവും. പിന്നെ റാൻസം വെയർ എന്ന് പറഞ്ഞാൽ നമ്മളെ കമ്പ്യൂട്ടറിലെ ഡാറ്റ മൊത്തം ലോക്ക് ചെയ്യും. നമുക്ക് അൺലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, തിരിച്ച് പൈസ കൊടുക്കേണ്ടി വരും. SQL ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഫീൽഡിൽ എന്ത് ചെയ്യും, അഥവാ ഫേക്ക് ആയിട്ടുള്ള ഇൻപുട്ട് ഫീൽഡ്, ഇപ്പൊ ലോഗിൻ ഐഡിന്റെ യൂസർ നെയിം അതുപോലെ തന്നെ പാസ്വേഡ് ഒക്കെ അങ്ങനത്തെ ഒക്കെ ഇൻപുട്ട് ഫീൽഡുകൾ അത് ഫേക്ക് ആക്കി ഉണ്ടാക്കും. നമ്മൾ എന്ത് ചെയ്യും, റിയൽ ആണെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യും, ലോഡ് ചെയ്യിപ്പിക്കും, പക്ഷെ നമ്മൾ ഫേക്ക് ആയ സ്ഥലത്തേക്കും ലോഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക് വൈഫൈ ഒക്കെ ഉപയോഗിക്കണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, പബ്ലിക് വൈഫൈ ആണെന്ന് വെച്ച് കണക്ട് ചെയ്യും, പക്ഷെ നമ്മൾ ശരിക്കും പബ്ലിക് വൈഫൈയിലേക്കില്ല കണക്ട് ചെയ്യുന്നവ, ഹാക്കർ ഉണ്ടാക്കി വെച്ച് വൈഫൈ കണക്ട് ചെയ്യുന്നവ, ഹാക്കർ ഈ വൈഫൈ വെച്ച് നമ്മുടെ ഡാറ്റ എന്ത് ചെയ്യും, സ്റ്റീൽ ചെയ്യും. പിന്നെ ഡോസ് ഡിഡോസ് അറ്റാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു ആപ്പിന്റെ ഉള്ളിൽ കൊള്ളാൻ പറ്റുന്ന ഡാറ്റന്റെ ഒരു ലിമിറ്റ് ഉണ്ടാവും. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് ഡാറ്റ എന്ത് ചെയ്യും, ഈ ഹാക്കർ ഇങ്ങനെ ഫ്ലഡ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ആപ്പിലേക്ക് ശരിക്കും ആവശ്യമുള്ള റിയൽ യൂസേഴ്സിന് ആപ്പ് യൂസ് ചെയ്യാൻ കഴിയില്ല, ആപ്പ് ഇങ്ങനെ ഹാങ് ആയിക്കൊണ്ടിരിക്കും. കാരണം ഇയാൾ ഇങ്ങനെ ഫ്ലഡ് ചെയ്യിപ്പിക്കുകയാണ് ഡാറ്റ വെച്ചിട്ട്. പിന്നെ സീറോ ഡേ എക്സ്പ്ലോയിറ്റ് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കമ്പനി ഒരു ആപ്പ് ഇറക്കിക്കണമെങ്കിൽ ആ ആപ്പിൽ ഒരു വൾണറബിലിറ്റി ഉണ്ടാവും. ആ വൾണറബിലിറ്റിനെ ആ കമ്പനി ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അൺനോൺ ആയിട്ടുള്ള നൺ ഐഡന്റിഫൈഡ് ആയിട്ടുള്ള വൾണറബിലിറ്റി കണ്ടുപിടിച്ചുകൊണ്ട് ഹാക്കർ അത് മിസ്യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് അത് ഫിക്സ് ചെയ്യാൻ നമുക്ക് ഒരു ദിവസവും ഇല്ല. അതുകൊണ്ടാണ് അതിന്റെ പേര് എന്തും സീറോ ഡേ എക്സ്പ്ലോയിറ്റ് എന്നുള്ളത്. പിന്നെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ മാത്രം ഹാക്ക് ചെയ്യുന്ന പരിപാടിയല്ല, നമ്മുടെ പീപ്പിൾസിന്റെ മൈൻഡിനെ, ജനങ്ങളുടെ മൈൻഡിനെയും എന്ത് ചെയ്തുകൊണ്ട് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഡാറ്റകൾ ഇൻഫർമേഷൻസ് സ്റ്റീൽ ചെയ്യുന്ന പരിപാടിയാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. അതിന്റെ ഉദാഹരണം 2013 വൈറ്റ് ഹൗസിൽ ബോംബ് പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകളെ കൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് ചെയ്തത്, പൈസ വിഡ്രോ ചെയ്യിപ്പിച്ചത്. അപ്പൊ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്, ഓർത്ത് വെക്കാനുള്ളത്. അപ്പൊ ഈ ഒരു കൺക്ലൂഷനും ഓർത്ത് വെക്കുക. പിന്നെ ഞാൻ തന്ന ഈ നോട്ട് നോക്കി വെക്കുക, രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് മൈൻഡിൽ കയറുന്നതാണ്. ഓക്കെ.